വിശദമായ വാർത്തകളിലേക്ക്. 2030ഓടെ 75 ലക്ഷം ഇന്ത്യക്കാർ സൗദി സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് സൗദി ടൂറിസം അതോറിറ്റി അറിയിച്ചു. വിസ നടപടിക്രമങ്ങൾ സുതാര്യമാക്കിയത് ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ഇന്ത്യയിൽ ഈ വർഷം കൂടുതൽ VFS കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും അതോറിറ്റി വ്യക്തമാക്കി. ടൂറിസത്തിനും തീർത്ഥാടനത്തിനുമായി സൗദി സന്ദർശിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി സൗദി ടൂറിസം അതോറിറ്റിയുടെ ഏഷ്യ പസഫിക് പ്രസിഡന്റ് ഹസൻ അൽ ദബ്ബാഗ് പറഞ്ഞു. കഴിഞ്ഞ വർഷം സൗദിയിലെത്തിയത് 15 ലക്ഷം ഇന്ത്യക്കാരാണ്. മുൻ വർഷത്തേക്കാൾ 50% കൂടുതൽ. 2030 ആകുമ്പോഴേക്കും 75 ലക്ഷം ഇന്ത്യക്കാർ സൗദി സന്ദർശിക്കുമെന്നാണ് അതോറിറ്റിയുടെ പ്രതീക്ഷ. സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പ്രധാനപ്പെട്ട വിപണിയാണെന്നും ദബ്ബാഗ് പറഞ്ഞു. വിസ നടപടിക്രമങ്ങൾ സുതാര്യമാക്കിയത് സന്ദർശകരുടെ എണ്ണം കൂടാൻ കാരണമായിട്ടുണ്ട്. ഉംറ വിസയിലും വിസിറ്റ് വിസയിലും സൗദിയിൽ എവിടെയും ഇറങ്ങാനുള്ള സൗകര്യമുള്ളതും ഓൺലൈൻ വഴി അനായാസം വിസ ലഭ്യമാകുന്നതും സൗകര്യമാണ്. സൗദി എയർലൈൻസിലോ ഫ്ലൈനാസിലോ സൗദിയിലെത്തുന്നവർക്ക് 96 മണിക്കൂർ സൗജന്യ ട്രാൻസിറ്റ് വിസ ഇപ്പോൾ നൽകുന്നുണ്ട്. ഇതുപയോഗിച്ച് ഉംറ നിർവഹിക്കാനും സൗദിയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും സാധിക്കും. കൂടാതെ അമേരിക്ക, UK, ഷെങ്കൻ വിസയുള്ള ഇന്ത്യക്കാർക്ക് വൺ അറൈവൽ വിസയും ലഭിക്കും. വിസ സേവനങ്ങൾക്കായി ഇന്ത്യയിൽ 10 VFS ഓഫീസുകളാണ് നിലവിലുള്ളത്. ഈ വർഷം VFS കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും അതോറിറ്റി അറിയിച്ചു. ജലീൽ കണമകലം, 24 ജിദ്ദ. UAEയുടെ വിവിധയിടങ്ങളിൽ മഴ. അബുദാബി, ദുബായ്, ഷാർജ, ഹുജൈർ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് മഴ പെയ്തത്. നാളെയും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞയാഴ്ചയും UAEയിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വാഹനയാത്രക്കാർ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. ഹത്ത അതിർത്തിയിലെ ഉദ്യോഗസ്ഥരെ ആദരിച്ച് GDRFA. ദുബായ് ഗവൺമെന്റിന്റെ ഗ്ലോബൽ സ്റ്റാർ റേറ്റിംഗിൽ 6 സ്റ്റാർ പദവി ലഭിച്ചതിനെ തുടർന്നാണ് ആദരവ്. കഴിഞ്ഞ വർഷം 40 വർഷത്തിലധികം പേരാണ് അതിർത്തിയിലൂടെ കടന്നുപോയത്. ചരിത്രപരമായ നേട്ടം സ്വന്തമാക്കിയതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥരെ GDRFA ആദരിച്ചത്. ഹത്തയിലെ GDRFA ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ദുബായ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. രാജ്യത്തോട് കൂറുള്ള ജനങ്ങളുടെ സേവനത്തിന് സമർപ്പിതരായ ഒരു ടീമിന് ലഭിച്ച അർഹതപ്പെട്ട ആദരമാണിതെന്ന് ലഫ്റ്റനന്റ് ജനറൽ പറഞ്ഞു. UAEയും അയൽരാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയായി ഹത്ത ലാൻഡ് പോർട്ട് മാറിയിട്ടുണ്ടെന്നും ലഫ്റ്റനന്റ് ജനറൽ പറഞ്ഞു. ഏറ്റവും മികച്ച രീതിയിൽ ഹത്തയെ ഉയർത്തുന്നതിനായി എല്ലാ സർക്കാർ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അൽമറി ആഹ്വാനം ചെയ്തു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സേവനങ്ങൾ നൽകി ഉപഭോക്താക്കൾക്ക് സന്തുഷ്ടി നൽകിയതിന് ദുബായ് ഗവൺമെന്റിന്റെ ഗ്ലോബൽ സ്റ്റാർ റേറ്റിംഗിൽ 6 സ്റ്റാർ പദവി ലഭിച്ചത്. UAE വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഹത്ത അതിർത്തിക്ക് 6 സ്റ്റാർ പദവി നൽകിയത്. കഴിഞ്ഞ വർഷം 40 ലക്ഷത്തിലധികം ആളുകളാണ് അതിർത്തിയിലൂടെ കടന്നുപോയത്. 24 ദുബായ്. മലപ്പുറം പൊന്മുണ്ടം വൈലത്തൂർ സ്വദേശി അബ്ദുൾ അസീസ് പുതുക്കലേങ്ങൽ ഖത്തറിൽ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 59 വയസ്സായിരുന്നു. നിയമ നടപടികൾക്കു ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കുമെന്ന് ഖത്തർ KMCC അൽ ഇഹ്സാൻ മയ്യിത്ത് പരിപാലന കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഖത്തറിലെ ഇന്ത്യൻ എംബസിക്ക് കീഴിലുള്ള ഇന്ത്യൻ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രതിവാര സാംസ്കാരിക പരിപാടിയായ ബുധനാഴ്ച ഫിയസ്റ്റ സംഘടിപ്പിച്ചു. നോർത്ത് ഇന്ത്യൻ അസോസിയേഷനുമായി ചേർന്നാണ് നൃത്ത സംഗീത പരിപാടി ഒരുക്കിയത്. ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി സച്ചിൻ ദിനകർ ശംഗ്പാൽ മുഖ്യാതിഥിയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് 3ാം സീറ്റ് ലഭിച്ചേക്കില്ല. പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്ന നിർദ്ദേശമാണ് ഉഭയകക്ഷി ചർച്ചയിൽ കോൺഗ്രസ് മുന്നോട്ട് വച്ചത്. മറ്റന്നാൾ ചേരുന്ന ലീഗ് യോഗം നിർദ്ദേശം ചർച്ച ചെയ്യും. ഉഭയകക്ഷി ചർച്ച തൃപ്തികരമെന്ന് നേതാക്കൾ പ്രതികരിച്ചു. ലീഗിന് അർഹതപ്പെട്ടത് കിട്ടുന്നില്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സീറ്റെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നായിരുന്നു ലീഗ് നിലപാട്. എന്നാൽ സീറ്റ് നൽകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നും പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്നും കോൺഗ്രസ് നിർദ്ദേശം വെച്ചു. കൊച്ചിയിൽ ചേർന്ന കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ചയിലായിരുന്നു തീരുമാനം. ചൊവ്വാഴ്ച ചേരുന്ന ലീഗ് യോഗത്തിൽ കോൺഗ്രസ് നിർദ്ദേശങ്ങൾ ചർച്ചയാകും. ഇന്നുണ്ടായ ചർച്ചയുടെ മുഴുവൻ ഡീറ്റെയിൽസും 27-ാം തീയതി കാലത്ത് ഞങ്ങൾ വിലയിരുത്തി അന്ന് തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാം. രാജ്യസഭാ സീറ്റ് നിർദ്ദേശം കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും AICC അറിയിക്കും. ചർച്ചയാണത്. ഒരു ഓഫറാണ്, ഒരു പ്രപ്പോസലാണ്. 3ാം സീറ്റ് രാജ്യസഭ കൊടുക്കണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പെർമിഷൻ വേണ്ടേ? അവരെ പെർമിഷൻ വെച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് അങ്ങനെയാണ് പറ്റുവാണെങ്കിൽ അത് പരിശോധിക്കും നമ്മൾ. ഉഭയകക്ഷി ചർച്ച തൃപ്തികരമെന്ന് കോൺഗ്രസ് ലീഗ് നേതാക്കൾ വ്യക്തമാക്കി.
ഞങ്ങൾ എത്ര വർഷത്തെ ബന്ധമുള്ള രണ്ട് സഹോദര പാർട്ടികളാണ്, എത്രയോ വർഷത്തെ ബന്ധമുള്ള. അവർ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവരും ഉൾക്കൊള്ളുന്നുണ്ട്. 3 സീറ്റല്ല അതിൽ കൂടുതൽ ലീഗിന് അവകാശമുണ്ടെന്നും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കൂടുതൽ സീറ്റ് ലഭിക്കുമെന്നും EP ജയരാജൻ പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ 3 സീറ്റിനല്ല, ഇന്നത്തെ നില വെച്ച് നോക്കിയാൽ അതിൽ കൂടുതൽ സീറ്റിന് മുസ്ലിം ലീഗിന് അവകാശമുണ്ട്, അതിൻ്റെ സ്വാധീനമുണ്ട്. പക്ഷേ കോൺഗ്രസ് അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കോൺഗ്രസിന്റെ സമവായ നീക്കങ്ങളോട് ലീഗ് വഴങ്ങാനാണ് സാധ്യത. 24 കൊച്ചി. കോൺഗ്രസിന്റെ സമ്രാജ്ഞി യാത്രയെ വിമർശിച്ചും പരിഹസിച്ചും LDF നേതാക്കൾ. BJP പ്രസിഡന്റും കോൺഗ്രസ് അധ്യക്ഷനും പറയുന്നത് ഒരേ കാര്യങ്ങളാണെന്നായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ വിമർശനം. എന്ത് തെറിയും പറയുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നായിരുന്നു LDF കൺവീനർ EP ജയരാജന്റെ പ്രതികരണം. സമരാജ്ഞി യാത്രയുടെ ഭാഗമായി ആലപ്പുഴയിലെ വാർത്താ സമ്മേളനത്തിലായിരുന്നു KPCC അധ്യക്ഷൻ K സുധാകരന്റെ VD സതീശനെതിരായ നീരസ പ്രകടനം. സുധാകരന്റെ പരാമർശം ആത്മാഭിമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകർ അംഗീകരിക്കുന്നുണ്ടോ എന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് ചോദിച്ചു. ഞാനിപ്പോൾ CPIM-ൽ പ്രവർത്തിക്കുന്നയാളാണ്. ഞങ്ങൾ CPIM പ്രവർത്തിക്കുന്നവർ പരസ്പരം വിളിക്കുക സഖാവേ എന്നാണ്. കോൺഗ്രസ്സുകാർ പരസ്പരം കണ്ടാൽ അഭിസംബോധന ചെയ്യുന്ന പദമാണോ ഇത്? ആത്മാഭിമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇത് അംഗീകരിക്കും. K സുധാകരന്റെ അസഭ്യവർഷത്തിൽ EP ജയരാജന്റെ പ്രതികരണം ഇങ്ങനെ: അത് നിങ്ങൾ മാധ്യമക്കാർ തന്നെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതാണ് കോൺഗ്രസ് UDF എന്ന് പറഞ്ഞാൽ എന്ത് തെറിയും പറയാം. ആ തെറി പറയുകയും എന്നിട്ട് അവസാനം ഞങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട സഹോദരങ്ങളാണ്, അതാണ് കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കി കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള ബഹുജനങ്ങൾ ഇനിയും ഇത്തരത്തിലുള്ളൊരു പാർട്ടിക്ക് പിന്നിൽ അണിനിരക്കണമോ, ഒരു മുന്നണിക്ക് പിന്നിൽ അണിനിരക്കണമോ എന്ന് അവർ കൂടി ആലോചിക്കുന്നത് നല്ലതായിരിക്കും. K സുധാകരന്റെ പരാമർശം കണ്ടപ്പോൾ VKN കഥ ഓർമ്മ വന്നുവെന്ന് കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അവർ തമ്മിൽ യാതൊരു തെറ്റിദ്ധാരണയുമില്ല എന്ന കാര്യം രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും എനിക്ക് ആ സംഭവം കണ്ടപ്പോൾ ഞാൻ VKNന്റെ ഒരു ആരാധകനാണ്. ഞാൻ VKNന്റെ കഥകളൊക്കെ തന്നെ വായിക്കാറുണ്ട്. ഞാൻ ശങ്കുണ്ണി മേനോൻ എന്ന് പറഞ്ഞ സ്വതപ്രതാപിയായ ഒരു ജന്മി മരിച്ചപ്പോഴുള്ള ഒരു കഥ ഞാൻ ഇന്നലെ വായിക്കേണ്ടായി. ആ കഥയാണ് എനിക്ക് ഓർത്തുപോയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സുധാകരനും സതീശനും ഇടയിലെ നീരസം ചർച്ചയാക്കാനാണ് LDFന്റെ നീക്കം. 24 കോഴിക്കോട്. CPI-യുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ നടക്കും. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലേക്ക് AAYF നേതാവും കൃഷിമന്ത്രി P പ്രസാദിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായ CA അരുൺകുമാറിന്റെ പേരാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ആലപ്പുഴ ജില്ലാ എക്സിക്യൂട്ടീവും കൗൺസിലും അംഗീകരിച്ച പട്ടികയിൽ അരുൺകുമാറാണ് ഒന്നാം പേരുകാരൻ. ജില്ലാ കമ്മിറ്റി അംഗം MC സിദ്ധാർത്ഥൻ, AAYF നേതാവ് M സന്തോഷ് കുമാർ എന്നിവരുടെ പേരും പട്ടികയിലുണ്ട്. അരുൺകുമാർ സ്ഥാനാർത്ഥിയാകണമെന്ന് ജില്ലാ കൗൺസിലിൽ പൊതുവികാരമുയർന്നു. കൊല്ലം, കോട്ടയം ജില്ലാ കൗൺസിലുകൾ അരുൺകുമാറിന്റെ പേര് നിർദ്ദേശിച്ചിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുമായി സഖ്യമെന്ന അഭ്യൂഹങ്ങൾ തള്ളി 2020 ചെയർമാൻ സാബു M ജേക്കബ്. തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് വ്യക്തമാക്കി 2020 എറണാകുളം, ചാലക്കുടി മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി സാബു M ജേക്കബ് മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് സഖ്യമില്ലെന്നും ഒറ്റയ്ക്കാണ് മത്സരമെന്നും 2020 വ്യക്തമാക്കിയത്. 2 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും കിഴക്കമ്പലത്ത് നടന്ന മഹാസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. എറണാകുളത്ത് ഡോക്ടർ ആന്റണി ജൂഡിയും ചാലക്കുടിയിൽ അഡ്വക്കേറ്റ് ചാർലി പോളും മത്സരിക്കും. നമ്മുടെ ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിലേക്ക് വളരെ ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. അഡ്വക്കേറ്റ് ചാർലി പോൾ. അദ്ദേഹം വളരെ സമീപമായിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം സമീപമാണ്. അദ്ദേഹത്തെ ഈ സ്റ്റേജിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു കാലത്തും ആരുമായും സഖ്യമുണ്ടാക്കില്ലെന്നും സാബു M ജേക്കബ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് CPM നേതാക്കൾ വീട്ടിലെത്തിയിരുന്നെന്നും വെളിപ്പെടുത്തൽ. MP ആകണം, MLA ആകണം, മന്ത്രിയാകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ പണ്ടേറിന് രാജ്യസഭാ സീറ്റ് എനിക്ക് പലരും ഓഫർ ചെയ്തിട്ടുണ്ട്. BJP ഓഫർ ചെയ്തിട്ടുണ്ട്, AAP ആം ആദ്മി പാർട്ടി ഓഫർ ചെയ്തിട്ടുണ്ട്, കോൺഗ്രസുകാർ ഓഫർ ചെയ്തിട്ടുണ്ട്. എനിക്ക് പണ്ട് രാജ്യസഭാ സീറ്റ് മേടിച്ച് MP ആയി മന്ത്രിയായി ഇവിടെ വരാമായിരുന്നു. നിർണായക സ്വാധീനമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ചാലക്കുടി മണ്ഡലത്തിൽ കരുത്തറിയിക്കാനാകുമെന്നാണ് 2020 അവകാശവാദം. 24 കൊച്ചി. തൃശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായുള്ള മുഖാമുഖത്തിൽ ക്ഷുഭിതനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെക്കുറിച്ച് തിരക്കഥാകൃത്ത് ഷിബു ചക്രവർത്തിയുടെ ചോദ്യമാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത്. അവസരം തന്നാൽ എന്തും പറയാമെന്ന നിലയാകരുത്. ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചില പോരായ്മകളുണ്ട്, എന്നാൽ ഇകഴ്ത്തിക്കാട്ടരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
വാർത്തയിലേക്ക് തിരികെ. കുവൈറ്റിന്റെ 63ാം ദേശീയ ദിനവും 33ാം വാർഷികവും പ്രമാണിച്ച് ലോക നേതാക്കളുടെ അഭിനന്ദന പ്രവാഹം. സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, ഒമാൻ, ഖത്തർ എന്നീ രാഷ്ട്രങ്ങളുടെ ഭരണാധികാരികൾക്ക് പുറമെ വിവിധ അറബ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷൽ അഹമ്മദ് അൽ ജാബിർ അസ്ബഹാന് അനുമോദന സന്ദേശങ്ങൾ അയച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്നിവർക്ക് പുറമെ ഇന്ത്യ, ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിലെ ഭരണാധികാരികളും ആശംസകൾ നേർന്നു. പൊങ്കാലയിട്ട് ഭക്തലക്ഷങ്ങൾ. ജയ ജയ ഭഗവതി ബല്ലങ്കുടേലിൽ വാഴും ഭഗവതി ശുഭവരദേ ഭവഭയനാശിനി തുണയരുളേണം പാടാങ്കര ശ്രീ ഭഗവതിയേ. ജയ ഭഗവതി ജയ ജനി മൃതി ദുഃഖ വിനാശിനി ഹേ മൃദുഭാവമയീ. ജയ ജയ നിർമ്മല രൂപിണി വരഗുണശാലിനി അഖിലാണ്ടേശ്വരി. ഭക്തി നിർവൃതിയിൽ യാഗശാലയായി തലസ്ഥാന നഗരി. വ്രതം നോറ്റെത്തിയ തീർത്ഥാടക ലക്ഷങ്ങൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചു. രാവിലെ 10:30 പണ്ടാരടുപ്പിൽ തീ പകർന്നതോടെ തുടങ്ങിയ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ നിവേദ്യത്തോടെ പൂർത്തിയായി. കാത്തിരിപ്പിന്റെയും വ്രതനിഷ്ഠയുടെയും സാഫല്യമായാണ് പുണ്യദിനത്തിൽ ആറ്റുകാലമ്മയ്ക്ക് ഭക്തലക്ഷങ്ങൾ പൊങ്കാല അർപ്പിച്ചത്. ഭക്തി ജ്വലിച്ചു നിന്ന പകലിൽ വേനൽ ചൂടിനെ വകവയ്ക്കാതെ തീർത്ഥാടകർ അനന്തപുരിയിലേക്ക് ഒഴുകിയെത്തി. ശ്രീകോവിലിൽ നിന്ന് തന്ത്രി തെക്കേടത്ത പരമേശ്വരൻ വാസുദേവ ഭട്ടതിരിപ്പാട് തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്ക് തീ പകർന്നു നൽകി. പിന്നാലെ മേൽശാന്തിയും സഹമേൽശാന്തിമാരും ചേർന്ന് പണ്ടാര അടുപ്പിൽ അഗ്നി തെളിയിച്ചു. പണ്ടാര അടുപ്പിൽ തീ പകർന്നതോടെ നാടെങ്ങുമുള്ള ഭക്തലക്ഷങ്ങൾ പൊങ്കാല ആരംഭിച്ചു. പിന്നെ പൊങ്കാലക്കലങ്ങൾ തിളച്ചുമറിയുന്നതിനുള്ള കാത്തിരിപ്പ്. ഉച്ചയ്ക്ക് 2:30 പൊങ്കാല നിവേദ്യം. വ്യോമസേനാ വിമാനത്തിൽ പുഷ്പവൃഷ്ടി. ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലെ പുണ്യദിനത്തിൽ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചതിന്റെ സംതൃപ്തിയിൽ തീർത്ഥാടകർ. ഞാൻ എത്തിയിട്ടുണ്ട്. കുറെ പേരുണ്ടോ നിങ്ങൾ? 5 പേര്. സ്ത്രീകളുടെ കൂട്ടമാണ് അല്ലേ? എല്ലാരും നമ്മളെ പോലെ അല്ലേ? എല്ലാ ദിവസവും വരുമോ? അല്ലാതെ എന്നും വരും. 9ാമത്തെ ദിവസം അടുപ്പിച്ച് വന്നു. ക്ഷേത്ര സന്നിധിയിൽ നിന്ന് 10 കിലോമീറ്ററോളം പരിധിയിൽ ഭക്തർ പൊങ്കാല അർപ്പിച്ചു. ഇനി അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പ്. തിരുവനന്തപുരം. പതിവ് തെറ്റിക്കാത്ത നിരവധി സിനിമ, സീരിയൽ താരങ്ങളും ഇത്തവണ പൊങ്കാലയിട്ടു. ചിപ്പിയും ജലജയും അടക്കം ആറ്റുകാലമ്മയുടെ തിരുനടയിലാണ് പൊങ്കാല അർപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിൽ സുരേഷ് ഗോപിയും കുടുംബവും ശാസ്തമംഗലത്തെ വീട്ടിൽ പൊങ്കാലയിട്ടു. ക്ഷേത്രനടയുടെ പരിസരത്ത് ഗൗരി നന്ദനത്തിലായിരുന്നു സിനിമാ സീരിയൽ താരങ്ങളുടെ നീണ്ട നിര. ചിപ്പിയും ജലജയും കൃഷ്ണപ്രഭയുമെല്ലാം ഭക്തിയോടെ പൊങ്കാലയർപ്പിച്ചു. ആറ്റുകാലമ്മയോടുള്ള വിശ്വാസമാണ് ഓരോ വർഷവും ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നതെന്ന് സിനിമാ താരം ചിപ്പി. ഞാൻ ജനിച്ചു വളർന്നത് ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ പൊങ്കാലയുണ്ട്. പക്ഷേ എനിക്ക് ഇത്രയും ക്ഷേത്രത്തിൻ്റെ ഇത്രയും അടുത്തിടാനൊരു അവസരം കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഇവിടെ വന്ന് അമ്മയുടെ അടുത്തിരുന്നിടുന്ന പോലെ അതിനൊരു അവസരം കിട്ടുമ്പോൾ നമ്മളത് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഇക്കുറിയും പൊങ്കാല ഇടാൻ സാധിച്ചത് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ജലജ. പ്രത്യേക നൈവേദ്യമല്ല, എല്ലാ പ്രാവശ്യം അമ്മയ്ക്ക് വന്ന് പായസം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അത് തന്നെയാണ്. വന്നിടാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ ഉത്സവമാണ് പൊങ്കാലയെന്ന കൃഷ്ണപ്രഭ. പിന്നെ തിരുവനന്തപുരത്തുകാരുടെ ഒരു ഉത്സവമാണ്. നമ്മളിപ്പോൾ ഓണം എന്നൊക്കെ പറയുമ്പോൾ അല്ല, ഓണമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാളൊക്കെ ഒരുപാട് ആഘോഷിക്കുന്നത് തിരുവനന്തപുരംകാരുടെ ഒരു ഉത്സവം എന്ന് പറയുന്നത് പൊങ്കാലയാണ്. അമ്മയുടെ ഓർമ്മയ്ക്കായാണ് വീട്ടിൽ പൊങ്കാല ഇടുന്നതെന്ന് ആനി. ഈ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് അമ്മയില്ല. പക്ഷെ എന്നാലും അമ്മേനെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് അമ്മ ഈ വരാന്തേ തന്നെ ഒരു കസേരയിൽ ഇരുന്ന് കാണുന്നുണ്ട് എന്നുള്ളൊരു ഫീലിങ്ങിൽ അമ്മേനെയും കൂടെ നിർത്തിയിടാന്ന് വിചാരിച്ചു. ആ ചടങ്ങ് പിന്നെ തെറ്റിച്ചില്ല. പാൽക്കുളങ്ങരയിലെ വീട്ടിലായിരുന്നു വിഴിഞ്ഞം പോർട്ട് MD ദിവ്യ എസ് അയ്യരുടെ പൊങ്കാല. കാമാക്ഷി മീനാക്ഷി കാശി വിശാലാക്ഷി ജഗദംബ ശാലിനി ലക്ഷ്മി ഗൗരി ഭുവനേശ്വരി.
സ്ത്രീകൾക്ക് ശക്തി പകരുന്ന ആചാരമെന്ന് സുരേഷ് ഗോപി. ഇത് എല്ലാ വർഷവും ഇങ്ങനെ തന്നെ. 1990 മുതൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാണ് പൊങ്കാല വരുന്ന ആ വർഷത്തെ. അന്ന് മുതൽ പൊങ്കാല മുത്തശ്ശിയുടെ സാന്നിധ്യത്തിലിട്ടിരുന്നു. എൻ്റെ അമ്മയും കുടുംബവും ഞങ്ങളുടെ കുടുംബക്കാരിലെ സ്ത്രീപക്ഷങ്ങളെല്ലാം വന്ന് ഈ ആചാരം തുടങ്ങി വെച്ചു. ഫ്ലവേഴ്സ് TV സംപ്രേക്ഷണം ചെയ്യുന്ന ആറ്റുകാലമ്മ സീരിയൽ ഫെയിം സംസ്കൃതി ഷേണായി ഉൾപ്പെടെ ആദ്യമായി പൊങ്കാലർപ്പിക്കാനെത്തിയ പ്രമുഖരും നിരവധി. രാജ്ഭവന് മുന്നിൽ പൊങ്കാലർപ്പിച്ച ഭക്തജനങ്ങൾക്ക് ഗവർണറുടെ ഭാര്യ രേഷ്മ ആരിഫ് സംഭാര വിതരണം ചെയ്തു. തിരുവനന്തപുരം. പൊങ്കാല ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൊങ്കാല അർപ്പിച്ചുള്ള പ്രതിഷേധവും നടന്നു. ഇത്തവണ CPO റാങ്ക് ഹോൾഡേഴ്സും അമ്മമാരുമാണ് പൊങ്കാലയിട്ട് പ്രതിഷേധിച്ചത്. ആറ്റുകാലിൽ പണ്ടാര അടുപ്പിൽ തീ പകർന്നപ്പോൾ സെക്രട്ടേറിയറ്റിൽ 51 കലങ്ങളിലായി പ്രതിഷേധ പൊങ്കാലയ്ക്കും തീ പകർന്നു. 2019 റാങ്ക് ലിസ്റ്റിലുള്ള CPO ഉദ്യോഗാർത്ഥികളും അമ്മമാരുമാണ് പൊങ്കാല അർപ്പിച്ചും പ്രതിഷേധമുയർത്തിയത്. CPO റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. 13,000-ഓളം പേരുണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റിൽ ആകെ 3,000-ഓളം വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് നിയമനം ലഭിച്ചത്. 10,000-ഓളം ഉദ്യോഗാർത്ഥികൾ പുറത്താണ്. ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ഈ ഒരു പൊങ്കാല വരുന്നു. ഈ ഒരു പൊങ്കാല വന്നതിന് പൂർണ്ണ ഉത്തരവാദി എന്ന് പറയുന്നത് PSCയുടെ തുഗ്ലക് പരിഷ്കരണമാണ്. എന്നിട്ട് പോലും നമ്മളെ കണ്ടില്ലാതെ നടിക്കുന്ന ഈ ഒരു സർക്കാരിൻ്റെ ഈ ഒരു നയത്തെയും PSCയുടെ ഒരു നയത്തെയും ശക്തമായി ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു പൊങ്കാല. അതൊരു പ്രതിഷേധമല്ല, പ്രാർത്ഥനയാണ്. അർഹതപ്പെട്ട ജോലി മക്കൾക്ക് കിട്ടാത്തതിൽ പൊങ്കാലയിടാനെത്തിയ അമ്മമാരും ശക്തമായ പ്രതിഷേധം അറിയിച്ചു. അവർ കഷ്ടപ്പെട്ടാണ് ഈ ലിസ്റ്റ് വന്നത്. അതെന്തുകൊണ്ട് സർക്കാർ കണ്ണടച്ച് കാണിക്കുന്നത്? അതിനൊരു വിലയുമില്ലേ അവർ പഠിച്ചതിന്? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്, അല്ലാതെ വേറെ ഒന്നും അറിയണ്ട. ഞങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഒരു നിയമം ഉണ്ടാക്കിയില്ലേ ഞങ്ങൾ ഇതിൻ്റെ അപ്പുറത്തെ സമരത്തിലേക്ക് പോവുകയാണ്. ഇനി തൊട്ട് ഞാൻ അമ്മമാരും സഹോദരിമാരും അവൻ്റെ ഭാര്യയാണ്, എൻ്റെ മോൻ്റെ ഭാര്യ ഇത്, അവളെ കൂടെ ഞാൻ കൊണ്ടുവന്നേക്കുവതിന്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയാൻ ഇനി 50 ദിവസം മാത്രമാണ് ബാക്കി. അതിനുള്ളിൽ സർക്കാർ പരിഹാരം കാണണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെയും അമ്മമാരുടെയും ആവശ്യം. 24 തിരുവനന്തപുരം. വാർത്തയിലേക്ക് തിരികെ. വയനാട് മുള്ളൻകൊല്ലിയിൽ വീണ്ടും കടുവ ആക്രമണം. മുള്ളൻകൊല്ലി കാക്കനാട് തോമസിന്റെ കാളക്കുട്ടിയെ കടുവ കൊന്നു. പ്രദേശത്ത് വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് കോടഞ്ചേരിയിൽ പുലി ഇറങ്ങി. രാവിലെ 5:45 മുള്ളൻകൊല്ലി പള്ളിയിലേക്ക് പോയിരുന്നവരാണ് റോഡിൽ കടുവയെ കണ്ടത്. കുർബാന സമയമായതിനാൽ പള്ളിയിലേക്ക് വിശ്വാസികളുടെ തിരക്കുണ്ടായിരുന്നു. മുള്ളൻകൊല്ലി സെന്റ് മേരീസ് ഫൊറാന ചർച്ചിൽ 6 മണിക്ക് കുർബാനയ്ക്ക് പോകുന്ന ഒരു വ്യക്തി കടുവയെ കാണുകയും ആ കടുവ റോഡിന് കുറുകെ ചാടുന്നതും കണ്ടു. അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ജനങ്ങളും അന്വേഷണ ഫലമായി കടുവയെ ആ വീട്ടിൽ നിന്ന് 150 മീറ്റർ അകലെ ഏകദേശം വയൽപ്രദേശത്ത് കാണപ്പെടുകയുണ്ടായി. തുടർന്ന് പ്രദേശത്തെ വീടുകളിൽ നടത്തിയ തെരച്ചിലാണ് കാക്കനാട്ട് തോമസിന്റെ 1 വയസ്സ് പ്രായമുള്ള കാളക്കുട്ടിയെ കാണാതായതായി ശ്രദ്ധയിൽപ്പെട്ടത്. വളർത്തുമൃഗത്തെ കെട്ടിയിരുന്ന കയറുൾപ്പെടെ അറുത്തുമാറ്റിയ നിലയിലായിരുന്നു. സ്ഥലത്തെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് വീടിനോട് തൊട്ടടുത്ത പറമ്പിൽ നിന്ന് കടുവ തിന്ന നിലയിൽ കാളക്കുട്ടിയുടെ ജഡം കണ്ടെത്തിയത്. വനമേഖലയിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരമുള്ള മുള്ളൻകൊല്ലി ടൗണിൽ കടുവ ഇറങ്ങിയതിന്റെ ഭീതിയിലാണ് ജനങ്ങൾ. കടുവയ്ക്കായി വനം വകുപ്പ് തെരച്ചിൽ നടത്തുന്നുണ്ട്. കോഴിക്കോട് കോടഞ്ചേരിയിൽ പുലി ഇറങ്ങിയതിനെ തുടർന്ന് വനം വകുപ്പ് 4 നിരീക്ഷണ ക്യാമറകൾ കൂടി സ്ഥാപിച്ചു. പ്രദേശത്ത് കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 വയനാട്. വയനാട് നടവയലിൽ വീണ്ടും കടുവയുടെ ആക്രമണം. പാറപ്പള്ളിയിൽ ഷാജിയുടെ ഉടമസ്ഥതയിലുള്ള പോത്തിനെ കടുവ കൊന്നു. 3 പോത്തുകളുമായി വയലിലേക്ക് പോകുന്നതിനിടെ കടുവ ആക്രമിക്കുകയായിരുന്നു. പോത്തിനെ വനത്തിനുള്ളിലേക്ക് 500 മീറ്ററോളം ഓടിച്ചു കയറ്റിയാണ് കടുവ കൊന്നത്. കടുവയെ കണ്ടെത്തുന്നതിനായി പ്രദേശത്ത് വനംവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. സുൽത്താൻ ബത്തേരി നൂൽപ്പുഴ പഞ്ചായത്തിലും ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയ്ക്കായി കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. കല്ലൂർ ഭാഗത്താണ് കൂട് സ്ഥാപിച്ചത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വൈൽഡ് ലൈഫ് വാർഡൻ അറിയിച്ചു. എറണാകുളത്തെ മലയോര മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷം. മലയാറ്റൂരിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. പൊള്ളാച്ചിയിൽ കനാലിൽ വീണ കുട്ടിയാനയെ വനംവകുപ്പ് രക്ഷപ്പെടുത്തി. മലയാറ്റൂർ ആറാട്ടുകടവ് ദുർഗാദേവി ക്ഷേത്രത്തിലാണ് പുലർച്ചെയോടെ കാട്ടാനക്കൂട്ടമെത്തിയത്. ഒരാഴ്ചക്കിടെ ഇത് 2ാം തവണയാണ് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത്. മലയാറ്റൂരിലെ വള്ളിയാംകുളത്തും കാട്ടാനകൾ കൂട്ടമായി എത്തി.
കാട്ടാനകൾ വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്നും അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ. തൃശൂർ കുണ്ടന്നൂർ തലശ്ശേരി പാതയിൽ കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ വെള്ളച്ചാലിലേക്ക് മറഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്ന 2 യാത്രക്കാരും പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. പൊള്ളാച്ചിയിൽ കോണ്ടൂർ കനാലിൽ വീണ ആനക്കുട്ടിയെ വനം വകുപ്പ് ജീവനക്കാർ രക്ഷപ്പെടുത്തി. പിടിയാനയ്ക്കൊപ്പം വെള്ളം കുടിക്കാനെത്തിയതായിരുന്നു കുട്ടിയാന. 24 കൊച്ചി. ISLൽ വിജയവഴിയിൽ തിരിച്ചെത്തി കേരള ബ്ലാസ്റ്റേഴ്സ്. സ്വന്തം തട്ടകത്തിൽ FC ഗോവയെ 2-നെതിരെ 4 ഗോളുകൾക്ക് തകർത്തു. മഞ്ഞപ്പടയുടെ മുന്നേറ്റം 2 ഗോളുകൾക്ക് പിന്നിൽ നിന്ന ശേഷം ദിമിത്രിയോസ് ഡയമൻഡാക്കോസ് ഇരട്ട ഗോൾ നേടി. In the second half, I'm so pleased about the boys, how they responded. So pleased about the fans because they've arrived today to support us. They pushed us a lot in the second half. Big thanks to the fans. Please, I am calling you to come and support us against Mohun Bagan on 13. It will be a huge game. I hope that you will come because without you we are nothing. ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.